ഹലോ, എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി സാരി കാണിക്കാനായിട്ടാണ്. നമുക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ ഓർഡർ തന്ന പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. അപ്പൊ നമുക്ക് സാരി കാണാം. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ പിസ്ത ഗ്രീൻ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ആ പിസ്ത ഗ്രീനിൽ നമ്മൾ പർപ്പിളിന്റെ രണ്ട് ഷെയ്ഡ്, ഡാർക്ക് പർപ്പിളും ലൈറ്റ് പർപ്പിളും കൂടെ വരുന്ന പോലത്തെ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്ന പോലത്തെ ആ ഒരു ലൈറ്റ് പർപ്പിൾ കൂടെ വരുന്ന പോലത്തെ ഫ്ലവർ ഡിസൈനും ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട്, അതായത് പിസ്ത ഗ്രീനിനേക്കാളും ഡാർക്കർ ആയിട്ട് വരും. എന്നാലും നമ്മുടെ ഭയങ്കര ഒരു ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത് കാണാത്തുമില്ല, എന്നാൽ നല്ലതായിട്ട് നമുക്കത് കാണാനും പറ്റുന്ന പോലത്തെ ഒരു നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ ഒക്കെയുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ലീഫും ആ ഒരു സ്റ്റെമ്മും എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു യെല്ലോ കളറിൽ നമ്മൾ ഒത്തിരി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്ത പോലെ ആ പൂവിന്റെ എൻഡ് വശമൊക്കെ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സിമ്പിളായിട്ട് കാണുമ്പോഴെങ്കിലും ഈ ക്രോസ് സ്റ്റിച്ച് ആയതുകൊണ്ട് അറിയാലോ, നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഓരോ ഫ്ലവർ ഡിസൈനും നമ്മൾ ക്രോസ് ഇട്ട് വരച്ചാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി നമുക്ക് മറ്റു ഡിസൈൻസ് ഒക്കെ ട്രേസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചുമ്മാ അടിയിൽ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാനായിട്ട് ക്രോസ് സ്റ്റിച്ചിന് പറ്റത്തില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ ഇതിൽ ചെക്കോട്ട സാരീസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓൾറെഡി ചെക്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ചെക്സിനകത്ത് നമ്മൾ അതിലെ ഓരോ കോളവും എണ്ണി ഫ്ലവറിന്റെ പാറ്റേൺ വരച്ച് അങ്ങനെ ഇതിനകത്ത് ഡിസൈൻസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇത്. നമ്മൾ ഓഫ് വൈറ്റിൽ ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡും വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഓർഡർ വന്നിട്ടുള്ള ഒരു സാരിയാണ്. അതിന്റെ സെയിം ഒരു കളർ ചേഞ്ചാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. ഇത് മുന്താണി പോർഷനിൽ നമ്മൾ ഇതിന്റെ ഈ ഒരു രണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വരുന്ന പോലെ നമ്മൾ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സെയിം വലുപ്പത്തിൽ തന്നെ എല്ലാ ഡിസൈൻസും നമ്മൾ ഒരേ സൈസിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. 3 ഡിസൈൻ നമ്മൾ ഇതുപോലെ മുന്താണി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ 3 ഡിസൈൻ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെയിം വലുപ്പത്തിൽ വരുന്ന പോലെ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറി വരുന്ന പോലെ ഫ്ലവേഴ്സ്, ഒരു ഡിസൈൻ അങ്ങോട്ട് ഫേസ് ചെയ്തും അടുത്ത ഡിസൈൻ ഇങ്ങോട്ട് ഫേസ് ചെയ്തും വരുന്ന പോലെ ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 ഡിസൈൻ ഈ ഒരു സാരിയിൽ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സാരീസിലൊക്കെ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ 4 ഡിസൈൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ 4 ഡിസൈൻസ് വരുന്ന പോലെ ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രകാരം അവർ പറഞ്ഞു ചെസ്റ്റ് പോർഷനിൽ 4 ഡിസൈൻ വേണ്ട, പകരം ചെസ്റ്റ് പോർഷനിൽ 3 ഡിസൈൻ ആക്കിക്കൊണ്ട് ഒരു ഡിസൈൻ കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട്, അതായത് ഉടുത്ത് വരുമ്പം ബാക്ക് സൈഡിൽ വരുന്നത് പോലെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അങ്ങനെ ഉടുത്ത് വരുമ്പോൾ ബാക്ക് സൈഡിൽ വരുന്നത് പോലെ ഒരു ഫ്ലവർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെസ്റ്റ് പോർഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഫ്ലവറിനെ നമ്മൾ കുറച്ച് മാറ്റി പ്ലേസ് ചെയ്തിരിക്കുക ഈ ഒരു സാരിയിൽ. അതൊക്കെ കസ്റ്റമറിന്റെ ചോയ്സ് പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലും സെയിം ആ ഒരു ഫ്ലവർ ഡിസൈൻ ഒറ്റ ഫ്ലവർ വരുന്ന പോലെ നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വന്നിട്ടുണ്ട്. റൈറ്റ് ലെഗ് പോർഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട്, മറ്റേതുപോലെ തീരെ ഇങ്ങോട്ട് വരാതെ കുറച്ച് ഇങ്ങോട്ട് വരുന്നത് പോലെ പക്ക സ്റ്റാൻഡിങ് പോസിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡിങ് പോസിൽ ആ ഒരു ഫ്ലവർ വരുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിന്റെ ലെഗ് പോർഷനിൽ ഒരെണ്ണവും മുന്താണി പോർഷനിലും 3 എണ്ണവും ചെസ്റ്റ് പോർഷനിലും പിന്നെ ആ ഒരു ബാക്കിൽ വരുന്ന പോലെ അങ്ങനെ 4 ഫ്ലവേഴ്സുമായിട്ട് ഇത്രയും ഫ്ലവർ ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.